ലേഡി ബോംബ് സ്റ്റാർ കീർത്തി സുരേഷ് ഭയങ്കര ഡിസ്റെസ്പെക്ട് ആണ് അല്ലെ. ലേഡി ബോംബ് സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത് കീർത്തി ചേച്ചി. സോ ആളുടെ ഒരു പടം വന്നിട്ടുണ്ട്, റിവോൾവർ റീച്ച, നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഈ സിനിമ കണ്ടപ്പോ ഞാൻ തീരുമാനിച്ചതാണ്, ഇനി ഞാൻ ലേഡി ബോംബ് സ്റ്റാർ എന്ന് വിളിക്കില്ല, കീർത്തി ചേച്ചിനെ വിളിക്കൂന്ന്. കാരണം അജാതി പെർഫോമൻസ് ആയിരുന്നു, നൈസ് ആയിരുന്നു കേട്ടോ. ഈ പടമല്ല, ഈ പടത്തിലെ പെർഫോമൻസ് ആളുടെ നൈസ് പെർഫോമൻസ് ആയിരുന്നു. ഈ പടത്തില് ആകെ മര്യാദയ്ക്ക് അഭിനയിച്ചിരിക്കുന്നത് കീർത്തി സുരേഷ് ആണ്. ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്, അത് വൃത്തിക്ക് ചെയ്യുന്നത്. പക്ഷെ ആളുടെ റീസെന്റ് പടങ്ങൾ നോക്കുമ്പോ രഘുത്താത്ത, അതേപോലെ ഉപ്പ്, കപ്പ്, രംബ്, ബേബി ജോൺ, ഇതിലൊക്കെ ക്യൂട്ട്നെസിന്റെ അയ്യര് കളിയാണ്. ഇതിൽ അങ്ങനെയില്ല, കിടു പെർഫോമൻസ് ആയിരുന്നു. സോ ആള് ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായി, സദേൺ ഇൻഡസ്ട്രിയിൽ മെയിൽ സെൻട്രിക് പടങ്ങൾ കാണാനേ ആളുള്ളൂ, ഫീമെയിൽ സെൻട്രിക് പടങ്ങൾ കാണാൻ ആളില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മെയിൽ സെൻട്രിക് ഫീമെയിൽ സെൻട്രിക് ഒന്നുമില്ല, രണ്ട് കാര്യമല്ലോ, കണ്ടന്റ്, രണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇത് രണ്ടും ഉണ്ടോ ആൾക്കാർ കണ്ടിരിക്കും. മനസ്സിലായില്ലേ? കോലമാവ് കോകില ഏത് സെൻട്രിക് പടമായിരുന്നു, എന്തുകൊണ്ടാണ് അത് ഹിറ്റായത്? അർത്ഥമായിന്ത രാജ. 96 വിജയ് സേതുപതി മാത്രം ഉണ്ടെങ്കിൽ പടം ഹിറ്റാവും. അവിടെ നമ്മുടെ തൃശയും കൂടി ഉള്ളതുകൊണ്ടല്ലേ പടം ഹിറ്റായത്. അവിടെയാണ് കണ്ടന്റ് മാറ്റേഴ്സ്. ലോക വേഴ്സസ് ഹൃദയപൂർവം, ഇതായിരുന്നു ക്ലാഷ് റിലീസ്. ആരാണ് അവസാനം ജയിച്ചത്? കാരണം എന്താണ്? കണ്ടന്റ് ദാറ്റ് മാറ്റേഴ്സ്, തിയേറ്റർ എക്സ്പീരിയൻസ് ദാറ്റ് മാറ്റേഴ്സ്. കല്യാണി പ്രിയദർശൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ പടം ഹിറ്റായത്. ദുൽഖറിന്റെ ക്യാമിയോ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റേ ടോവിനോന്റെ ക്യാമിയോ ഉള്ളതുകൊണ്ടൊന്നും അല്ല. കല്യാണിയുടെ ആക്ഷൻ സീക്വൻസ്, എത്ര നടിമാരുണ്ട് ഈ കിടുവായിട്ട് ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ പറ്റുന്നത്? അവിടെയാണ് പ്രശ്നം വരുന്നത്. ഒരു കിഡു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഫിലിം വരുമ്പോ, ഈ ഫീമെയിൽ ഓറിയന്റഡ് പടം തന്നെ ആയിക്കോട്ടെ, എത്ര പേർക്ക് നന്നായിട്ട് ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ അറിയും? കേക്കട്ടെ. കല്യാണി പ്രിയദർശൻ ചെയ്യും, നീതാ പിള്ള ചെയ്യും, പിന്നെ ആര് ചെയ്യും? ഈ ഇടയ്ക്ക് ഞാൻ ഐശ്വര്യ രാജേഷിന്റെ ഒരു പടം കണ്ടു, ഒരു ത്രില്ലർ. മിച്ചൽ ജോൺസന് പറത്തിൽ പോലും ഇത്രയും ബൗൺസ് കിട്ടിയിട്ടുണ്ടാവില്ല. അജാതി അടി, ഡുമ്മ് ടക്ക് ഇങ്ങനെയൊക്കെ എടുത്ത ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണുമോ? നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കുന്നേ കാശ് കിട്ടും, നാട്ടുകാർ അങ്ങട് കാശ് കൊടുത്തിട്ടാണ് സിനിമ കാണുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസം ഇருக்கு. Both are in the same. So content is the king and theater experience is also the king. So നമ്മുടെ റിവോൾവർ റീച്ച. സോ ഒരാള് വഴി തെറ്റിയിട്ട് ഒരു വീട്ടിൽ വന്നു, പിന്നെ ഉണ്ടാവണ പ്രശ്നങ്ങളും പരിപാടികളൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോണത്. ആദ്യമൊക്കെ നൈസ് പടമായിരുന്നു, ഞാൻ വിചാരിച്ചു കിടു പടമായിരിക്കുന്നത്. കർമ്മ ഈസ് എ ബൂമറാങ് ഇതൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, എന്നിട്ട് കുറച്ച് സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്, നല്ല രസമായിരുന്നു. ആൻഡ് ഇതിൽ കീർത്തി സുരേഷിന്റെ അമ്മയായിട്ട് രാധിക ശരത് കുമാറാണ്. ഇവരുടെ കോമ്പിനേഷൻ സീൻ പെട്ട സാധനമായിരുന്നു. കൗണ്ടേഴ്സ് എല്ലാം കിടുവായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോ ആരോ എന്തൊക്കെ കാണിക്കുന്നു. ഇതെന്തോന്നടെ മാക്സ് ക്ലാസ്സാ? x³ + bx² + cx + d = 0. എക്സ് വരുന്നു, വൈ വരുന്നു, സെഡ് വരുന്നു. ഒരു സീന് കാണിക്കുന്നു, അടുത്തത് വീണ്ടും ആ സീന് കാണിക്കുന്നു, പിന്നെ വീണ്ടും ആ സീന് കാണിക്കുന്നത്. വന്താ സുട്ടാ പോണ റിപ്പീറ്റ്. ഇതന്നെ സാധനം. വെറുപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇതൊക്കെ ഒരു 10 കൊല്ലത്തിന് മുമ്പ് കൊണ്ട് ഇറക്കേണ്ടി വെച്ചാൽ ചിലപ്പോൾ ഹിറ്റാവും. എത്രയോ പടങ്ങൾ വന്നു. ഈച്ച് ആൻഡ് എവറി സീൻ ഇൻ ദ സെക്കൻഡ് ഹാഫ് ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. ഫസ്റ്റ് ഹാഫ് നൈസ് ആയിരുന്നു. പിന്നെ ഒന്നുമില്ല പറഞ്ഞാൽ ചെമട്ടൻ നെല്ലിപ്പടി അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യും ഇവര്. ഒരു ലോഡ് കാസ്റ്റ് ഉണ്ട്. കീർത്തി സുരേഷ്, രാധിക ശരത് കുമാർ, സുനിൽ വന്നിട്ട് ഗൊമട്ടം മറ്റേ അണ്ണനെ പോലെ, സുധീർ നായരെ പോലെ സകലമാന ഓക്സിജനും വലിച്ചു കയറ്റി നിൽക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഏത് സിനിമ എടുത്താലും ഒരേപോലെ വെറുപ്പിക്കുന്ന ഒരാളെ ഉള്ളൂ, കിങ്സ്ലി. എന്റെ അണ്ണ മനുഷ്യൻ അല്ലെങ്കിലേ പ്രാന്ത് പിടിച്ചിട്ടാണ് ഓരോ പടങ്ങൾ കാണാതിരിക്കുന്നത്. അതിന്റെ ഇടയിൽ അങ്ങനെ എന്തോന്നിത്. ഈ ഡയറക്ടർമാരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്നത്? ഹി ക്യാൻ ഓൺലി ഡെലിവർ എ സിംഗിൾ തിങ്. അത് എല്ലാവർക്കും അറിയാം, അത് വെറുപ്പിക്കലാണെന്നും അവർക്ക് അറിയാം. വീണ്ടും ആ സാധനം. സെക്കൻഡ് ഹാഫിൽ കീർത്തി സുരേഷിന്റെ കുറച്ച് മാസ് പരിപാടിയൊക്കെ ഉണ്ട്. അത് നമുക്ക് കാണുമ്പോ തോന്നണം അത് മാസാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം ഇത് മാസ് സീൻ ആണെന്ന്. അതൊക്കെ ഭയങ്കര ബോറായിട്ടാ തോന്നുക. ഒരാൾ വന്നിട്ട് ഒരാളെ അടിച്ചിടുമ്പോ നമുക്ക് തോന്നണം അത് അയാളെ കൊണ്ട് പറ്റുന്നു, അല്ലാതെ ഡുമ്പ് ടക്ക് അങ്ങനെ വന്നാലും നടക്കില്ല. ഈ ജോണറിൽ ഒരു ലോഡ് പടം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല കോലമാവ് കോകില അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അതുകൊണ്ടാണ് ആ പടം ഹിറ്റായത്. ഇത് അത്രയും ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല. ഓരോ അപരാധങ്ങൾ എടുത്തു വെച്ചിട്ട് ഇന്ന ആള് കാണാൻ വരില്ല, ആൾക്കാർ കാണാൻ വരില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റിൽ
സ്റ്റിൽ ദിസ് ഇസ് നോട്ട് എൻ അപരാധം, ദിസ് ഇസ് നോട്ട് എ ബോംബ്, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഭയങ്കര ആവറേജ് ആയിട്ടുള്ള ഒരു പടമാണ്. സമയം ഉണ്ടെങ്കിൽ കാണാം, കാരണം ക്ഷമ പരീക്ഷിക്കും. ഇപ്പൊ നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇത്ര സമയം മാറ്റി വെക്കുന്നു, എന്നിട്ടൊക്കെ കാണുമ്പോൾ ദിസ് ഈസ് എ ആവറേജ് ഫിലിം. ഒന്നും കാണാനില്ല പറയുമ്പോൾ ചുമ്മാ ഇരുന്ന് കാണാം. സ്റ്റിൽ കീർത്തി സുരേഷിന്റെ റീസെന്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള അപരാധങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ഫാർ ബെറ്റർ. അത്ര എനിക്ക് പറയാനുള്ളൂ. വേണ്ടവർ കണ്ടു നോക്കുക, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ.